ഇനി ഡിസ്ക് ബൾജിൻ്റെ പ്രതിവിധികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക് ബൾജ് നമ്മളുടെ പേശികളുടെ ബലക്ഷയം കൊണ്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രായാധിക്യം കൊണ്ട് ഡിസ്കിലെ ജലാംശം കുറഞ്ഞാലും ഇത് ഡിസ്കിന് ഇങ്ങനത്തെ ബൾജും ഡീജനറേഷനും മറ്റൊക്കെ സംഭവിക്കാം. പക്ഷേ ഭൂരിപക്ഷം ചെറുപ്പക്കാരിലും മറ്റൊക്കെ കാണുന്നതെന്ന് പറയുന്നത് പേശികളുടെ ബലക്ഷയം കൊണ്ട് നിങ്ങളുടെ കശേരികൾ അടുക്കുകയും ഡിസ്ക് അമരുകയും വെളിയിൽ തള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഡിസ്കിന് ഒരു മരുന്നില്ല. മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പെയിൻ റിലീവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്കിന് ഡീകംപ്രഷനാണ്. അതായത് അടുത്ത് വരുന്ന കശേരികളെ അകത്തുനിന്ന് ഉടനെ സ്വാഭാവികമായിട്ടും ഈ ഡിസ്ക് സ്വല്പം ഒന്ന് റിട്രാക്ട് മുഴുവൻ തിരിച്ചകത്ത് കയറി പോകുന്ന ധരിക്കരുത്. നിങ്ങൾക്ക് അതേ എന്നുള്ള പ്രഷർ റിലീവ് ചെയ്യുകയും, അതായത് പ്രഷർ ഡിസ്കിൽ നിന്ന് റിലീവ് അല്ല വേണ്ടത്, ഡിസ്ക് അല്ല പ്രശ്നക്കാരൻ, ഡിസ്ക് തള്ളി വെളിയിലോട്ട് പോകുന്ന ഞരമ്പിനെയോ സുഷുമ്നാനാഡിയോ തൊടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കംപ്രഷൻ, ഞരമ്പിൻ്റെ കംപ്രഷൻ റിലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അത് ഞാൻ പറഞ്ഞ മരുന്നില്ലാതെ തന്നെ നിങ്ങൾക്ക് അത് ആശ്വാസം ലഭിക്കും. ഇത് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മികച്ച ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അതിന് ഡീകംപ്രഷൻ തെറാപ്പി മെഷീൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്പൈനൽ ട്രാക്ഷൻ മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ മെഷീൻസ് യൂസ് ചെയ്തും അല്ലെങ്കിൽ മാനുവൽ തെറാപ്പി, അത് കൈകൊണ്ട് യൂസ് ചെയ്തും മൊബിലൈസ് ചെയ്തും ഒക്കെയാണ് ഈ മാറ്റുന്നത്. നമ്മൾ സാധാരണ മെഡിസിൻസ് എടുക്കുമ്പം ഈ ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ട് മാറും, അന്നേരം നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മുടെ രോഗമാണ് പെർസിസ്റ്റ് ചെയ്തത്. അപ്പോൾ രോഗത്തെ ചികിത്സിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗം മാറ്റുക. പിന്നെ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞരമ്പിന് ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഞരമ്പിന് ചിലപ്പോൾ നീർക്കെട്ട്, ന്യൂറൈറ്റിസ് ഉണ്ടാവാം, സൈറ്റിക് നെർവിനാവാം, സൈറ്റിക് നെർവിൻ്റെ ബ്രാഞ്ചസിനാവാം. അപ്പോൾ ആ ന്യൂറൈറ്റിസ് മാറ്റാൻ നമുക്ക് നെർവ് സ്റ്റിമുലേഷനോ നെർവ് ഗ്ലൈഡോ ന്യൂറൽ മൊബിലൈസേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് മാറ്റാം. ഇതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട പ്രതിവിധികൾ.